രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി കേരളത്തിൽ അധികാരം പിടിക്കണം എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അങ്ങനെ പ്രഖ്യാപിത ലക്ഷ്യം നടത്തി അത് ബംഗാളും പിടിക്കണമെന്നുണ്ട്. ബംഗാളിൽ പക്ഷേ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റി. എന്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല? ഇവിടെ മുസ്ലിങ്ങളാണോ തടസ്സം? അല്ല. കാര്യം രാജ്യത്തെ യുപിയിലടക്കമുള്ള മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ മുസ്ലിം അല്ല പ്രശ്നം. ക്രിസ്ത്യാനിയാണോ പ്രശ്നം? അല്ല. ഗോവ ക്രിസ്ത്യാനികളുടെ നാടാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ക്രിസ്ത്യാനികളുടേതാണ്. മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആസാം തുടങ്ങി അവിടെ കിടക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും നല്ലൊരു ഭാഗം ക്രിസ്ത്യാനികളാണ്. അവരെല്ലാം വോട്ട് ചെയ്യുന്നു. ക്രിസ്തീയ മുഖ്യമന്ത്രിമാരുണ്ടാകുന്നു. ക്രിസ്തീയമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്നില്ല? രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും ഹോംവർക്ക് ഇതിനകത്ത് ചെയ്തോ? മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ ഇവിടെ പിടിച്ചു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഓക്കെ, താങ്കൾക്ക് ഒരു പൊൻതൂവലാണ്. താങ്കൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ കയ്യടി വാങ്ങി. കേരളത്തിൽ അടുത്തൊരു 25 വർഷക്കാലം കൊണ്ടോ 50 വർഷക്കാലം കൊണ്ടോ അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കരുതുന്നുണ്ടോ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്താണ് ഈ ചോദ്യങ്ങൾ? BJPയോടല്ല ചോദിക്കുന്നത്, BJP എന്ന വ്യക്തിയോടല്ല ചോദിക്കുന്നത്, ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ്. നമ്മളിപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാ പാർട്ടികളോടും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ നയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. കോൺഗ്രസിൻ്റെ നയങ്ങളെ വിശകലനം. അതുകൊണ്ട് BJPയുടെ നയങ്ങളെ നമ്മളൊന്ന് ഒരു വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, കേരളത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ നിങ്ങളിപ്പോഴും കണ്ടിട്ടുണ്ടോ? താങ്കളുടെ ഒരു 1-2 പരിപാടികൾ, താങ്കളുടെ പ്രസംഗം ഞാൻ കേട്ടു. താങ്കൾക്ക് ഇപ്പോഴും കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം മനസ്സിലായിട്ടില്ല. BJPക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും പാർട്ടിയിലുള്ള ഏതെങ്കിലും സമുദായത്തിൽ പ്രവർത്തിക്കുന്ന അവർ കളയുന്നവരും തമാശയ്ക്ക് പറയാറുണ്ട്. BJPക്കാർ തന്നെ പറയുന്നൊരു വാക്ക് ഞാൻ പറയാം. എടുക്കാച്ചരക്കുകളെ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇയാൾ പണ്ട് അതായിരുന്നു, ഇതായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ സ്വീകരിക്കുന്ന പരിപാടികളൊക്കെ പ്രാദേശികമായിട്ട് നടക്കട്ടെ. താങ്കൾ അതിന് പോകരുത്. താങ്കൾ ഇരുന്ന് ചെയ്യേണ്ട സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരുപാട് വർക്കുണ്ട്. ഞാനൊരു 3-4 ഉദാഹരണങ്ങൾ അങ്ങോട്ട് പറയട്ടെ. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് തുടങ്ങിയ കോട്ടയം തുടങ്ങിയ മലയോര ജില്ലകളുണ്ട്. പത്തനംതിട്ട അടക്കമുള്ള, തിരുവനന്തപുരം ഉണ്ട്. അതായത് അഗസ്ത്യമല മുതൽ കാസർഗോഡ് വരെ എടുത്താലുള്ള മലയോര ജില്ലകളും അതിനടുത്ത് കിടക്കുന്ന കുറേ സ്ഥലങ്ങളിലും റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഏറ്റവും കുറഞ്ഞത് റബ്ബർ കർഷകരുടെ 1000 പേര് പങ്കെടുക്കുന്ന, 2000 പേര് പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമെങ്കിലും നടത്താൻ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല? മാത്രമല്ല, ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ വയ്ക്കാൻ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല? വേണ്ട, ഒരു സെമിനാർ മനോഹരമായിട്ട് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കോട്ടയത്തോ ഇടുക്കിയിലോ നടത്താൻ കഴിഞ്ഞോ രാജീവ് ചന്ദ്രശേഖർ ജി? ഒന്നാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 2, കടലോര പ്രദേശത്ത്, കായലോര പ്രദേശത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ വലിയ ഭീഷണിയിലാണ്. അത് വിഴിഞ്ഞം പദ്ധതി മുതൽ അങ്ങോട്ട് വടക്കോട്ടെടുത്താൽ വലിയ ഭീഷണിയിലാണ്. വിഴിഞ്ഞം പദ്ധതി ഒന്നും ഇനി മാറ്റാൻ പറ്റത്തില്ല, അത് വന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഭീഷണി മാറ്റുന്നതിന് വേണ്ടി കടലോര ജനതയെ കൂടെ നിർത്താൻ വേണ്ടി അവിടെയും ഒരു 10-2000 പേര് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയൊക്കെ നടത്തി, സെമിനാറൊക്കെ നടത്തി. ജോർജ് കുര്യനെ കൊണ്ടല്ലോ, നല്ല അടിപൊളി, വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് തന്നെ സെമിനാറൊക്കെ നടത്താൻ പറ്റും. നടത്തി. അതിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയോ തീരദേശ ജനങ്ങളെ? മൂന്നാമത്തതും 6 ജില്ലകളെ ബാധിക്കുന്നതുമായ ജനങ്ങളുടെ വലിയ ദുരിതമായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലേ എന്നുള്ളതിനകത്ത് വേറെ അഭിപ്രായമുണ്ട്. ഞാനൊരു ടെക്നിക്കലായിട്ട് കൂടി പഠിച്ചിട്ടുള്ള ആളാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഡാം പൊട്ടുമോ ഇല്ല എന്നതിനെക്കുറിച്ചൊക്കെ വേറെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ആ ഭീഷണി ഒരു ജനത നിലനിൽക്കുന്നുണ്ട്. അവരെ താങ്കൾ കേട്ടോ, കണ്ടോ? താങ്കൾ പള്ളിയിൽ പോകുന്നു, ബിഷപ്പിനെ കാണുന്നു, കന്യാസ്ത്രീകളെ കാണുന്നു, പിന്നെ കുറേ ഈ വരുന്ന എടുക്കാച്ചരക്കുകളെ കാണുന്നു, പലയിടത്ത്, എൻ്റെ വാക്കല്ല കേട്ടോ, അങ്ങനെയുള്ള ആളുകളെ കാണുന്നു, സമുദായ സംഘടനകളായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരു കാര്യമില്ല. ഈ കർഷകരെ നിങ്ങൾ റബ്ബർ കർഷകരെ കണ്ടോ? ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ കണ്ടോ? ഇനിയുമുണ്ട് സാർ. കയർ തൊഴിലാളികൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ്.
കൈത്തറി തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. കശുവണ്ടി തൊഴിലാളികൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയെല്ലാം തകർന്നു കിടക്കുന്ന സ്ഥലമാണ്. അവർ CPM-ലും CIT-യിലും അതുപോലത്തെ സംഘടനകളിലൊക്കെ നിൽക്കുന്ന INTUസിലൊക്കെ നിൽക്കുന്നത് അവർക്ക് വേറെ അവസ്ഥയില്ല. അവരെ സംഘടിപ്പിക്കാനും ആരുമില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആരില്ല, അവരെ വിഷയങ്ങൾ കേൾക്കാൻ ആളില്ല. താങ്കൾ അത് കേട്ടായിരുന്നു. കേരളത്തിൽ വളരെ വലിയൊരു പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. വലിയ പ്രശ്നമാണ്. ഇവിടെ വെള്ളപ്പൊക്കം, വരൾച്ച, ഭീഷണി, ഉരുൾപൊട്ടൽ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്ഥലത്ത് എവിടെയാണ് BJPക്ക് ഒരു അജണ്ട? എവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വികസിത കേരളം? വലിയ ചോദ്യമാണ്. അപ്പോൾ പിന്നെ യുവാക്കൾ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ മനസ്സിലാക്കിയിരുന്നത്, താങ്കൾ കഴിഞ്ഞ ഡിസംബറിൽ, ഇനിയിപ്പോൾ സമയമില്ല, ഇലക്ഷനായി, ഡിസംബറിലെങ്കിലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ അതിമനോഹരമായ ഒരു യാത്ര താങ്കൾ നടത്തുമായിരുന്നു. താങ്കൾ കണ്ടതല്ലേ പുതുയുഗ യാത്രയൊക്കെ ഇളക്കി മറിച്ച് വരുന്നത്? CPM യാത്ര നടത്തും, BJP ഒരു നല്ല യാത്ര നടത്തണമായിരുന്നു. ഇനി നടത്തുക മാത്രം പോരാ, ഓരോ ജില്ലകൾ, നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആനയുടെ ബലം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബലം അറിഞ്ഞുകൂടാ. അതാണ് കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ ദൗർബല്യം. ഞാൻ പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ടായിട്ട് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതുകൊണ്ട് അതിനിപ്പോൾ ആരുടെയെങ്കിലും ശുപാർശ വേണം? കേരളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ ഇന്ത്യ ഗവൺമെൻറ്റിന്? ജലജീവ മിഷൻ എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. ഗ്യാസ് കൊടുക്കുന്ന പരിപാടി എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതുപോലെ തന്നെ റേഷൻ അന്നയോജന എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. നാഷണൽ ഹൈവേ എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. നിങ്ങൾ എല്ലായിടത്തുമുള്ള കേരളത്തിലുള്ളത് ഒഴിച്ച് കഴിഞ്ഞ 10 വർഷമായി മെഗാ പ്രോജക്റ്റുകൾ എന്നുള്ളതിൽ 2-3 പ്രോജക്റ്റ് കൊടുത്തതൊന്ന് പറയണം സാർ. നിങ്ങൾക്ക് എത്ര വകുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്? ടൂറിസം വകുപ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കേരളത്തിൽ. സ്പിരിച്വൽ ടൂറിസം വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വരുന്ന മന്ത്രിമാർ അതിൻ്റെ പ്രപ്പോസലൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ പല പ്രപ്പോസലും താഴെ പോയി. വളരെ കൃത്യമായിട്ട് സ്പിരിച്വൽ ടൂറിസം നിങ്ങൾക്ക് നടപ്പിലാക്കാം. ശബരിമല ഏറ്റെടുക്കുകയൊന്നും വേണ്ട, ഇനി ഏറ്റെടുക്കാം, അത് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഏറ്റെടുക്കാം. പക്ഷേ ഏറ്റെടുത്തില്ലെങ്കിലും ശബരിമലയ്ക്ക് പ്രത്യേക നിയമം ഉണ്ടാക്കിയില്ലെങ്കിലും ശബരിമലയുടെ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന 100 കണക്കിന് കാര്യങ്ങൾ BJPക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ എല്ലാ സ്റ്റേറ്റിലുമുള്ളത് ഇവിടെ ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ പരസ്യം കൊണ്ട് ഇവിടെ ആരും വോട്ട് തരത്തില്ല, ആർക്കും അതെല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് തോന്നും. എന്താണ് കേരളത്തിൽ നൽകിയ പ്രത്യേക പരിപാടി? ഈ 14 ജില്ലകളിൽ നിങ്ങൾക്ക് ഓരോ ജില്ലയ്ക്ക് ഓരോ വിഷയം എടുക്കണമായിരുന്നു. കോട്ടയത്തെത്തുമ്പോൾ അവിടുത്തെ റബ്ബർ, ഇടുക്കിയിലെത്തുമ്പോൾ അവിടുത്തെ മലയോര കാടമം, അതുപോലെയുള്ള അവിടുത്തെ മലയോര കർഷകരുടെ അവിടുത്തെ കൃഷി, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഇടുക്കിയിലെത്തുമ്പോൾ, പത്തനംതിട്ട എത്തുമ്പോൾ ശബരിമല അതിൻ്റെ സാധ്യതകൾ, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കോസ്റ്റൽ, വിഴിഞ്ഞം, ഇങ്ങനെ ഓരോ ജില്ലകളിലും 14 ജില്ലകളിലായിട്ട് 14 വിഷയം നിങ്ങൾ എടുക്കണമായിരുന്നു. 14 വിഷയം എടുത്തിട്ട് 14 മനോഹരമായ സെമിനാർ നടത്തണമായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടിക്കണം. അവരെത്ര സെമിനാറാണ് നടത്തിയത്? പഠന കോൺഗ്രസ് വരെ നടത്തി. കോൺഗ്രസിനെ കണ്ടുപിടിക്കണം. എത്ര കോൺക്ലേവാണ് അവർ നടത്തിയത്? ഹെൽത്ത് കോൺക്ലേവ്, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ്, യൂത്ത് കോൺക്ലേവ്, പരിസ്ഥിതി കോൺക്ലേവ്, ദളിത് കോൺക്ലേവ്, എന്തൊക്കെയാണ് നടത്തിയത്? നിങ്ങൾക്കിത് വല്ലതും ഉണ്ടോ? നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. 14 ജില്ലകളിലും 14 മന്ത്രിമാരെ കൊണ്ടുവരാമായിരുന്നു. തുടക്ക സ്ഥലത്ത് അമിത്ഷായെ കൊണ്ടുവരാമായിരുന്നു, ഒടുക്ക സ്ഥലത്ത് മോദിയെ കൊണ്ടുവരാമായിരുന്നു, ഇടയ്ക്ക് നദ്ദയെ കൊണ്ടുവരാമായിരുന്നു, നിതിൻ ബബിനെ കൊണ്ടുവരാമായിരുന്നു, മറ്റ് സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരെ ഇവിടെ ഇറക്കാമായിരുന്നു, കേന്ദ്രമന്ത്രിമാരെ നിങ്ങൾക്ക് ഇറക്കാമായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തുകയും അതിൽ കേരളത്തിലൊരു ക്രിട്ടിക്കൽ മാസിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു പേരുണ്ടാക്കാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. ഇത് ചിത്രം മാറില്ല. അതിലേക്ക് എന്നാണ് നിങ്ങളിൽ വരിക? എന്തായാലും ഇലക്ഷൻ വണ്ടി പാലക്കാട് കഴിഞ്ഞ്, ഷൊർണൂർ ചുരം കഴിഞ്ഞ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി ചുരം പാസ് ചെയ്ത് പോയി, സമയമില്ല, കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പായി. പക്ഷേ അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും താങ്കൾ ഈ ഹോംവർക്ക് ചെയ്യുമോ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വർഗ വിഭാഗം എന്ന് പറഞ്ഞാൽ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തീരദേശത്തുള്ളവർ,
കൈത്തറി കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പിന്നെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വനിതകൾ, അങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളെയും കോർത്തിണക്കുന്ന, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി ചെല്ലുന്ന, അവരെ കേൾക്കുന്ന ഒരു BJP എന്നാണ് ഇനി കേരളത്തിൽ ഉണ്ടാവുക. അന്ന് ജനങ്ങൾ നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും.